കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ യോയെയാണ് കാണിക്കുന്നത്. മോഡേൺ ഫുഡ് വ്ളോഗറായ യോയോ ലൈവ് സ്ട്രീമൊക്കെ ഇട്ട് ധാരാളം രുചികരമായ ഭക്ഷണങ്ങളും നിരത്തി ബിഗ് ഈറ്റിംഗ് റണ്ണിംഗ് ആപ്പിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനായി 10 സെക്കൻഡിനുള്ളിൽ 2 ബണ്ണുകൾ കഴിക്കാനായി തീരുമാനിച്ചു. ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന മിക്ക ആരാധകരും അവൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നുണ്ട്. അങ്ങനെ ബണ്ണ് വാശിയേറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യായോക്ക് വല്ലാതെ ഒരു അവസ്ഥ തോന്നുകയും മയങ്ങി വീഴുന്നു. ആ സമയത്ത് തന്നെ അവളുടെ മൈൻഡിൽ അവളെപ്പോലെ ഒരുത്തെ കാണുകയാണ്. അവളുടെ ആൻറ്റി അവളെ ബണ്ണ് നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ വേണ്ട എന്ന് പിടിവാശിയിൽ പിന്നിലുണ്ടായ മേശയിൽ അവളുടെ തലമുട്ടി. കുറച്ചു നേരം കഴിഞ്ഞ് എനിക്കിനി കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവരെ കണ്ട് ഞെട്ടുകയാണ്. നീ മുമ്പ് അല്പം മണ്ടനായിരുന്നെങ്കിലും ഇപ്പോൾ നിന്റെ ആൻറ്റിയെ പോലും തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ആൻറ്റി ചോദിക്കുമ്പോഴാണ് അവൾ അവിടെ ഉണ്ടായ കലണ്ടർ കാണുന്നത്. കലണ്ടറിൽ 1980 12 വർഷത്തെയാണ് കാണിക്കുന്നത്. പോരാത്തതിന് അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും. ഈറ്റിംഗ് ചാലഞ്ച് മത്സരത്തിൽ പങ്കെടുക്കുന്നതല്ലേ ഞാൻ, എങ്ങനെ ഇവിടെ എത്തി? ഇനി വല്ല ട്രെയിൻ ട്രാവൽ ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പെറുപെറുത്തു. അപ്പോൾ അവളുടെ ആൻറ്റിയോട് ഇത് ഏത് വർഷമാണെന്ന് ചോദിച്ചു. ഇത് 1980 എന്ന് കേട്ടതും അവൾ ഷോക്കായി. ഞാനൊരു മികച്ച ഫീമെയിൽ ആങ്കറാണ്, ഞാനെങ്ങനെ ഇവിടെ എത്തിന്ന് വിഷമിക്കുന്നു. അന്നേരം പുറത്ത് കുറച്ച് പിള്ളേരുടെ സൗണ്ട് കേട്ടു പോകുന്നു. പട്ടി എൻ്റെ മിഠായി തിരിച്ചു തരൂ എന്ന് അതും അവളോട്. പിള്ളേര് കല്ലും വടിയും ആയിട്ടാണ് വന്ന് ചോദിക്കുന്നത് തന്നെ. അതിനിടയിൽ ഒരു മുത്തശ്ശി വടിയുമായി വന്ന് അവളടിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവൾ അവരുടെ കോഴി മോഷ്ടിച്ചു. എന്തിന്? കോഴിയുടെ എല്ലു മാത്രമാണ് ഇപ്പോൾ ബാക്കിയായത്. അത് അവളല്ല ചെയ്തത്. ഇവൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് ചിക്കനല്ലേ വേണ്ടത്? അതോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജോലി ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടുവന്ന് ഒരു ലേഡി വന്ന് എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത തവണ കോഴി ഇവൾ മോഷ്ടിക്കാൻ ധൈര്യപ്പെടരുത്. ഗ്രാമത്തിലെ ദുർബലരെ നീ പേടിപ്പിക്കുകയാണ്. അവളും എല്ലാവർക്കും മുന്നിൽ ക്ഷമ പറയാം എന്നൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. പകരം ഇപ്പോഴുള്ള ഭർത്താവിനെ വിട്ട് രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴാണ് അവൾക്ക് വിവാഹം കഴിഞ്ഞതായി അറിയുന്നത്. അപ്പോഴാണ് അവിടെ യോയെ കൊണ്ടുപോകാനായി കോഴികളെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോയായ യോയുടെ ഭർത്താവ് വരുന്നു. വന്നതും ആ മുത്തശ്ശിക്ക് നഷ്ടമായ കോഴികൾക്ക് പകരം പുതിയ കോഴിയെ നൽകി. ആ ലേഡിക്ക് ഹീറോയുടെ മേൽ ഒരു കണ്ണുണ്ട്. എന്നിരുന്നാലും അതറിയാവുന്ന ഹീറോ, യോയോ എൻ്റെ ഭാര്യയാണ്, അവൾക്കിപ്പോൾ ഭ്രാന്തുണ്ടെങ്കിലും അവളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. പിന്നെ നീയും ഞാനുള്ള വാർത്തകൾ ചുമ്മാ പരത്തരുത് എന്ന് പറഞ്ഞ് യോയെ കൂട്ടിക്കൊണ്ടുപോയി. യോയോ വീട്ടിലെത്തുമ്പോൾ ആകെ അലങ്കോലമായിട്ടായിരിക്കും വീടിനകം കിടക്കുക. അവളുടെ അച്ഛൻ്റെ ജീവൻ ഹീറോ രക്ഷിച്ചതിനാൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹമാണ് അവളെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങളുടെ ഉത്തരവാദിത്തം വഹിക്കാനും ഒരു ജന്മവൈകല്യമുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ പരസ്പരം ബഹുമാനിക്കണം എന്നൊക്കെ ഹീറോ അവളെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ അവൾ ഈ വീട് മൊത്തം ചുറ്റി കാണുമ്പോൾ അവിടെയും ബണ്ണ് കാണുകയാണ്. അപ്പോഴാണ് ഈ ബണ്ണ് കഴിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവൾ ടൈം ട്രാവൽ ചെയ്തു വന്നത്. പെട്ടെന്ന് ഹീറോ അവളുടെ കൈയും കാലും കെട്ടുന്നു. ഇനി എങ്ങാനും ഓടിപ്പോയാലോ എന്ന് കരുതി. അപ്പോൾ അവളിൽ നിന്ന് എന്തോ നാറ്റം വന്നതിനാൽ അവളെ കുളിപ്പിക്കാനായി വിടുന്നു. എന്നാൽ കുളിക്കുമ്പോൾ പോലും അവിടെ അവൾക്ക് ഷവർ പോലും ഇല്ല. അതും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ കുളി എന്ന് ഹീറോ ചോദിച്ചു വരുന്നു. ആ സമയത്ത് അവൾ സോപ്പ് തെന്നി നേരെ ഹീറോയുടെ മേലായിരിക്കും വീഴുക. അന്നേരം ഹീറോയ്ക്ക് വല്ലാതെയായി. പെട്ടെന്ന് അവൾ അവൻ്റെ കണ്ണ് പൊത്തി. ശേഷം അവൾ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. ഭാവിയിൽ ഹീറോയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായി അവൾ ഒരു ജോബ് കണ്ടെത്താനായി തീരുമാനിക്കുന്നു. ഹീറോയ്ക്ക് അറിയില്ലല്ലോ ഇപ്പോൾ ഉള്ളത് അവൻ്റെ ഭ്രാന്തി ഭാര്യയല്ലെന്നുള്ളത്. പിറ്റേന്ന് യോയോ അവളുടെ ഹെയർ ക്ലീൻ ചെയ്യാനായി ഒരു സ്റ്റീൽ പൈപ്പ് ചൂടാക്കി മുടി ചുരുട്ടുന്നു. ഇത് കാണുന്ന ഹീറോ ഇവൾക്ക് വട്ടക്കൂടിയത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അന്നേരം ആ ലേഡി വന്ന് കടയിലുള്ള സാധനങ്ങൾ ഇവൾ മോഷ്ടിച്ചു, ഞാൻ കണ്ടതാണ്, കൊണ്ടുപോകാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് ആ പൈപ്പ് വാങ്ങുമ്പോൾ ആ പൈപ്പിന് നല്ല ചൂട് കാണും എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു പറയുന്നു. എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി. അപ്പോൾ ആരാണ് കേസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നു. സോ എന്തായാലും ഈ ഗ്രാമത്തിലെ പൊതു ക്യാൻറ്റീൻ ഷെഫ് താസ്തിയിലേക്ക് ആൾക്കാരെ ആവശ്യമാണ്. അവൾ ഹീറോയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പോകാമെന്ന് യോയോ പറയുമ്പോൾ ആ ലേഡി അവളെ കളിയാക്കി. യോയോ ഭാവിയിലെ ഒരു ഫുഡ് വ്ളോഗർ കൂടിയാണ്. എല്ലാ തരം രുചികരമായ ഭക്ഷണങ്ങളും കഴിച്ചിട്ടുണ്ട്.
മാത്രമല്ല അവളൊരു കുക്കാണെന്ന് പറയുമ്പോൾ നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പാചകക്കാരുടെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഹീറോയോട് വരാനായി പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ക്യാൻറ്റീനിൽ ഷെഫിനെ മത്സരത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്നാൽ അവർക്ക് ഒന്നിനെയും പോലും തിരഞ്ഞെടുക്കാൻ പോലും പറ്റില്ല. മര്യാദയ്ക്ക് തീ കൊളുത്താനും പോലും അറിയില്ല. ഒരു വലിയ കലം അരി പോലും പാചകം ചെയ്യാനും അറിയില്ല എന്ന് നിൽക്കുമ്പോൾ ഞാനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് യോയോ അവിടെ എത്തി. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇതിൽ പങ്കെടുക്കണമെങ്കിൽ സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് ലേഡി പറയുമ്പോൾ യോയോ അതിനിവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇത്തവണ ഇത് എല്ലാ ആളുകൾക്കും തുറന്നിരിക്കുകയാണല്ലോ. ന്യായമായി മത്സരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഷെഫ് മാസ്റ്റർ യോയോട് നിങ്ങൾക്ക് പരീക്ഷിക്കാം എന്ന് പറയുന്നു. ഇവിടെ ഹീറോ കമ്പനിയിലിരിക്കുമ്പോൾ അവൻ്റെ ജോലിക്കാർ വന്ന് ചിരിച്ചുകൊണ്ടായിരിക്കും വരിക. എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ക്യാൻറ്റീനിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ലേ, അവിടെ നടന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ്. അവിടെ ഇപ്പോൾ ഫീമെയിലിനെ കൂടി ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു എന്നറിയുമ്പോൾ ഹീറോയ്ക്ക് ഡൗട്ട് വരുന്നു. കാരണം രാവിലെ ആ ഹോട്ടലിലെ പാചകക്കാരന് അനുയോജ്യമായത് ഞാനാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞല്ലോ. ഇനി വല്ല അവളായിരിക്കുമോ എന്ന് ചിന്തിച്ച് ഹീറോ അവിടേക്ക് പോകുന്നു. ഇവിടെയാണെങ്കിൽ ആ ലേഡി അവളെയും കൊണ്ട് ഫുഡ് ഉണ്ടാക്കാണ്ട സമ്മതിക്കുന്നില്ല. അവൾക്ക് വട്ടാണ്. അവളെ ചേർത്താൽ നമ്മുടെ കടയ്ക്ക് തന്നെ ദോഷമാണെന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുന്നു. അവൾക്ക് വട്ടില്ല എന്ന് വിശ്വസിക്കാനായി അവൾ 9ൻ്റെ ഗുണപട്ടിക വരെ ചൊല്ലി. മാസ്റ്റർ ഷെഫ് നീ ഒരു വീട്ടിൽ നിന്ന് തെളിക്കണമെന്ന് പറഞ്ഞ് തീ കത്തിക്കാനായി ആദ്യം പറയുന്നു. അങ്ങനെ അവൾ നല്ലോണം തീ കത്തിച്ചപ്പോൾ അവർക്ക് സംതൃപ്തിയായി. ശേഷം യോയോട് എന്ത് വിഭവമാണ് പാചകം ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ടഫായ ഒരു പാചകമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ അത് നഗരത്തിലെ ഫേമസ് ആയ ഡിഷാണ്. ഇവൾ പൊങ്ങച്ചമാണ് പറയുന്നത് എന്ന് കരുതി അവർ അവളോട് ഇവിടുന്ന് പോകാനായി ആവശ്യപ്പെട്ടു. കാരണം അത്തരത്തിലുള്ള ഫുഡൊന്നും അവരുടെ നാട്ടിൽ ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവൾ പറഞ്ഞ ഫുഡ് ഫ്യൂച്ചറിലെ ഫുഡായിരുന്നു. അതിൻ്റെ ചേരുവകൾ പോലും കിട്ടാനില്ല. അതിനാൽ അവളോട് പോകാനായി പറഞ്ഞു. യോയോ പോകാത്ത പക്ഷം ആ ലേഡി അവളെ അടിക്കാനായി പോയതും കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ എത്തുന്നത്. ഹീറോ എത്തി എന്താണ് കാര്യം എന്ന് ചോദിച്ചു. യോയോ ഉണ്ടാക്കാൻ പോകുന്ന സിറ്റിയിലെ പ്രശസ്തമായ ഒരു വിഭവമാണ്. നിനക്കത് ശരിക്കും ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവളും കോൺഫിഡൻ്റായി അറിയാമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യട്ടെ. ഫലം എന്തായാലും മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവൾ പാചകം റെഡിയാക്കി തുടങ്ങി. കാണുന്നവർ അവൾക്ക് നല്ല സ്കില്ലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ പാചകം ചെയ്ത് എല്ലാവരും ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും നേരം കുറ്റപ്പറഞ്ഞവർ തന്നെ അവളെ പ്രശംസിക്കുകയും ഇനി മുതൽ അവളെയും ജോലിക്കെടുക്കുന്നു. എന്നാൽ ആ ലേഡിക്ക് ഒട്ടും പിടിച്ചിട്ടേയില്ല. ശേഷം യോയോയും ഹീറോയും വീട്ടിൽ പോകും വഴിയിൽ ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടി. കയ്യിൽ നിന്ന് പോയ ക്യാഷെല്ലാം ഞാൻ തിരിച്ചു തരും. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഹീറോ ഒന്ന് ഞെട്ടുന്നു. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാകില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മരിക്കുന്നതിന് മുന്നേ അവളെ അവളുടെ അച്ഛൻ ഹീറോയെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്നവൾ കരുതുന്നത് എന്ന് പറയുന്നത്. എന്നാൽ ഹീറോയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല. അവിടുന്ന് വേഗം പോകുന്നു. പിന്നാലെ ഹീറോയുടെ അസിസ്റ്റൻ്റ് കാണും. യോയോയുടെ അച്ഛൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പരിഗണന കടമ നിറവേറ്റണം. യോയോ ഒരു മണ്ടിയായതിനാൽ ഡിവോഴ്സ് ചോദിച്ചതാൽ അതിശയിക്കാനില്ല എന്നാണ് ഹീറോ കരുതിയിരിക്കുന്നത്. ശേഷം യോയോ വീട്ടിൽ ഒരുപാട് പൊടിയുള്ളതിനാൽ മൊത്തം അടിച്ച് തുടച്ച് ഇടുന്നു. രാത്രിയായതും ഹീറോ വീട്ടിൽ വരുമ്പോൾ അലക്കിയൊക്കെ ഇട്ട തുണി കാണുന്നു. ഇതെല്ലാം യോയോ ചെയ്തതാണോ എന്ന അതിശയമായിരിക്കും ഹീറോയ്ക്ക്. അകത്ത് ചെല്ലുമ്പോൾ വീട് മൊത്തം വൃത്തിയാക്കി കിടക്കുന്നു. നീയാണോ ഇതെല്ലാം ചെയ്തതെന്ന് ഹീറോ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ യോയോ ഒരുപാട് മാറിയിരിക്കുന്നു. അവളെ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്ന് ചിന്തിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് നീ എന്നോട് പറഞ്ഞ വിവാഹമോചന കാര്യം അതിനെക്കുറിച്ച് ശ്രദ്ധപൂർവ്വം ചിന്തിച്ചു. വേണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അവൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഇന്ന് ഒരുങ്ങിയത് നല്ലതാണോ എന്നാണ് ഹീറോയോട് ചോദിച്ചത്. സുന്ദരിയായ യോയോയെ കണ്ട അവൻ്റെ കണ്ണെടുക്കാനേ തോന്നില്ല. പെട്ടെന്ന് ഹീറോ ഈ രാത്രി ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ്? പുതിയ ജോലി കിട്ടിയതിനാൽ അമ്മായിക്കും അയൽവാസിക്കും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഹീറോയ്ക്ക് കുളിക്കാനുള്ള വെള്ളം പോലും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വിശ്രമിക്കാനായി പറഞ്ഞ് അവളും പോയി.
എന്നാൽ ഹീറയ്ക്ക് അവളിൽ വന്ന മാറ്റം ഒട്ടും ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. അവളുടെ സന്തോഷത്തിനായി അവർക്കൊപ്പം കൂടി. സമയം പോകുന്തോറും അവൾ ഒരുപാട് കുടിച്ചതിനാൽ ഹീറോ അവളെ തൂക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. കുടിച്ച ബോധത്തിൽ യോയോ ഹീറോയുമായി ക്ലോസായി ഇടപെടുകയും പെട്ടെന്ന് ഹീറോ അവളെ കിസ് ചെയ്യാനായി പോയപ്പോൾ ബോധം വന്ന അവൾ ഹീറോയ്ക്ക് ഒരു കുത്ത് വെച്ച് കൊടുത്തു. എന്നാൽ ഹീറോയ്ക്ക് ഒരു കുത്ത് കിട്ടിയെങ്കിലും അവളോട് ദേഷ്യമൊന്നുമില്ല. പിറ്റേന്ന് കുടിച്ച കെട്ട് അവളുടെ തലയിൽ നിന്ന് പോയിട്ടില്ല. അപ്പോഴാണ് ഇന്ന് ജോലിക്ക് കയറേണ്ട ദിവസമാണെന്ന് ഓർമ്മ വരുന്നത്. വേഗം അവൾ അവിടേക്ക് എത്തുമ്പോൾ എല്ലാവരും നല്ല ദേഷ്യത്തിലായിരിക്കും. ക്ഷമിക്കണം, വരാൻ ഇത്തിരി ലേറ്റായി എന്ന് പറയുമ്പോൾ ആ ലേഡി ആദ്യ ദിവസം തന്നെ ജോലിക്ക് വൈകി. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തവരെ ജോലിക്കെടുക്കില്ല, പൊക്ക് എന്ന് പറയുമ്പോൾ യോയോ ഞാൻ ഇനി വൈകില്ല, ഒരവസരം കൂടി തരണം എന്ന് ചോദിച്ചു. അയാളും അതിന് സമ്മതിച്ചില്ല. നിന്നെ പോലെയുള്ളൊരു ഫീമെയിൽ സഹപ്രവർത്തകയെ ആവശ്യമില്ല, ദയവായി പൊക്കോളെന്ന് പറഞ്ഞ് മാസ്റ്റർ ഷെഫ് അവിടുന്ന് പോയി. ഇവളും പോകുന്ന നേരത്ത് അകത്തു നിന്ന് സ്റ്റൗ തകർന്നു വീണ ശബ്ദം കേട്ടു. ഇവളും ഓടിച്ചെന്ന് നോക്കുന്നു. 10 വർഷത്തിലേറെ ഇവർ ഈ സ്റ്റൗ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി. ഉച്ചഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഗ്രാമത്തിലെ ഗ്രാമീണർ എന്ത് കഴിക്കും? അതിനിടയിൽ മറ്റൊരു വഴി ആലോചിച്ചുകൂടെ? സ്റ്റൗ നന്നാക്കാൻ സമയമെടുക്കും. ഗ്രാമത്തിൽ ഗ്യാസ് സ്റ്റൗ ഉണ്ടോ എന്ന് യോയോ ചോദിച്ചു. അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. എന്നാൽ അത് തനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതും ഉടനെ ഗ്യാസ് സ്റ്റൗ എത്തി. ഗ്യാസ് കാണുമ്പോൾ വളരെ പഴയതായി തോന്നുന്നു. അപകടം പിടിച്ച പണിയാണ് എന്നോർത്ത് ഗ്യാസ് ഉണ്ടോയെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്ത് ഓണാക്കുമ്പോൾ മറ്റവൾ വേഗം പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ച് ഓടി ഒളിച്ചു. ഇവൾ ഗ്യാസ് ഓണാക്കിയതും ഒരു കുഴപ്പമില്ലാതെ തീ കത്തി. വേഗം വാശിയേറിയ സാധനങ്ങളെല്ലാം അരിഞ്ഞ് യോയോ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. ഇവിടെ ഹീറോയുടെ അസിസ്റ്റന്റ് ഇന്ന് യോയോ ചേച്ചിയാണ് കുക്ക് ചെയ്യുന്നത്, പോയി ടേസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് വന്നില്ല. കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. സോ ഹീറോ കഴിക്കാനായി ഓടി. ഇവിടെ ഇവൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം ഷെഫിന് കൊടുക്കുമ്പോൾ നല്ല അഭിപ്രായമായിരിക്കും. അപ്പോൾ അവിടേക്ക് ഹീറോ കുറച്ചുകൂടി പേരെയും കൂട്ടിയിട്ടായിരിക്കും ഫുഡ് കഴിക്കാനായി ക്യാൻറ്റീൻ വന്നത്. ഇതെല്ലാം ഗ്യാസ് സ്റ്റൗവിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാരല്ലേ, ഗ്യാസ് സ്റ്റൗവ് ഒരു പേടിയാണ്. അവൾ തൊടാനായി പോയതും ഹീറോ വേഗം അവളെ പിടിച്ചു മാറ്റി. ഇന്നലെ രാത്രി അവനെ അടിച്ചതിന് അവൾ സോറി പറയുകയും ബോളി ചെയ്ത എഗ്ഗ് അവൻ്റെ പൊട്ടിയിടത്തിൽ വെച്ച് കൊടുത്തു. ശേഷം യോയോ അടുക്കളയിൽ പാത്രം കഴുകുകയായിരിക്കും. അവിടേക്ക് ആ ലേഡി വന്ന് യോയോയുമായി വഴക്കുണ്ടാക്കുകയാണ്. ശബ്ദം കേട്ട് വന്ന ഷെഫ് വരുമ്പോൾ യോയോ ഇവളെ മനഃപൂർവ്വം പുറത്താക്കാൻ, നിങ്ങൾ എന്തിനാണ് ഞാനായിട്ട് വഴക്കിടാൻ വരുന്നത്? ഞാനിവിടെ ജോലി ചെയ്യുകയല്ലേ, നീ കൂടുതലൊന്നും അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞ് യോയോയെ അടിക്കാനായി കൈ പൊക്കിയതും ഷെഫ് എത്തി. നീ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് അവൾ അടിക്കാൻ കൈ പൊക്കിയത്? ഞങ്ങൾ എല്ലാവരും കണ്ടു നിൽക്കായിരുന്നു, നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നു. ശേഷം യോയോ പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഹീറോയെ കാണുന്നു. വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് സൈക്കിൾ കയറ്റുമ്പോൾ അവളെ കാണിക്കാനായി സ്റ്റൈല് കാണിച്ച് സൈക്കിൾ എടുക്കുമ്പോൾ 2 എണ്ണം താഴെ വീഴുന്നു. രാവിലെ ഹീറോ അവൾക്ക് വേണ്ടി ഫുഡും തുണി വരെ അലക്കിയിട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ അയൽവാസി വന്ന് അവളെയും ഹീറോയും സൈക്കിൾ പോയത് കണ്ട് കുശലം പറയുന്നു. ശേഷം അവൾ ക്യാൻറ്റീനിലെത്തുമ്പോൾ അവിടെ ആരും തന്നെ വന്നിട്ടില്ല. അവരെ കാത്തു നിൽക്കുമ്പോൾ കുറച്ച് ലേഡീസ് വന്ന് അവളെ പിന്നിൽ കത്തിവെച്ച് മിണ്ടാണ്ടിരുന്നോ, ഞങ്ങൾക്കൊപ്പം വരാനായി പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഹീറോ അവളെ കാണാനായി ക്യാൻറ്റീനിലെത്തുമ്പോൾ കട അടിച്ചിട്ടായിരിക്കും. അപ്പോൾ താഴെ കിടന്ന് അവിടെ കമ്മൽ കെട്ടുകയാണ്. യോയോയ്ക്ക് എന്തോന്ന് പറ്റിയെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അപ്പോൾ അതുവഴി കണ്ട ഒരാളോട് ചോദിക്കുമ്പോഴാണ് അറിയുന്നത്, ചില പെൺകുട്ടികൾ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതായി കണ്ടു. അവർ മറ്റാരുമല്ലാതെ ആ ലേഡിയുടെ ഫ്രണ്ട്സാണ്. യോയോ കാരണം ആ ലേഡി ക്യാൻറ്റീനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ദേഷ്യത്തിലാണ് ഇവർ യോയോയെ തട്ടിക്കൊണ്ടുപോയത്. ഹീറോ പലയിടത്ത് തപ്പിയിട്ടും അവളെ കണ്ടെത്താനായി കഴിഞ്ഞില്ല. നേരെ ആ ലേഡിയുടെ വീട്ടിലെത്തി. നീയാണോ അവളെ പിടിച്ചു കൊണ്ടുപോയത്? നിനക്കായിരുന്നു അവളോട് ഇഷ്ടമല്ലാത്തത്, അവൾ എവിടെയെന്ന് ചോദിച്ചു. ആ ലേഡി അവനെ കൂട്ടി ഒരിടത്തെത്തുമ്പോൾ തട്ടിക്കൊണ്ടു പോയവരുടെയും അവളുടെ മുഖത്ത് ഫേസ് മാസ്കൊക്കെ ഇട്ട് അവളുടെ ഭാഗത്തായി അവർ. ഞാൻ പറഞ്ഞതല്ലേ അവളെ പിടിച്ചു വെക്കണം, എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ യോയോ നല്ലവളാണ്, നിനക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാകാം, പോകും വഴിയിൽ എൻ്റെ മുഖത്ത് കറുപ്പൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവളുടെ പ്ലാൻ പാളിപ്പോയി. ഹീറോ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്.
വീട്ടിലെത്തിയതും ഹീറോ നിനക്കറിയാമോ, നിന്നെക്കുറിച്ച് ഞാൻ എന്തോരം വിഷമിച്ചു. അതിന് നിനക്ക് കുഴപ്പമില്ലല്ലേ? നിനക്കിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആയല്ലേ? അല്ല, അവരെങ്ങനെ നീ കൂട്ടുപിടിച്ചു എന്ന് ഹീറോ ചോദിക്കുമ്പോഴാണ് കാണിക്കുന്നത്. അവരെല്ലാവരും അവളെ പിടിച്ചുകൊണ്ടു പോയപ്പോൾ പിള്ളേരുടെ സ്വഭാവം അറിയാവുന്ന ഇവൾ, നിന്റെ പേര് എന്താണ്? നിങ്ങളുടെ നെറ്റി ഇരുണ്ടതായി കാണുന്നുണ്ടല്ലോ. നീ ചർമ്മ സംരക്ഷണം ചെയ്യാറില്ലേ? തെറ്റായ ചർമ്മ സംരക്ഷണം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. എൻ്റെ കയ്യിൽ നല്ല പ്രത്യേക സ്കിൻ കെയർ ഉണ്ട്, ഉപയോഗിച്ചതിന് ശേഷം നോക്കാനായി പറഞ്ഞു കൊണ്ടാണ് അവർ അങ്ങനെ കൂട്ടായത്. അങ്ങനെ ക്യാൻറ്റീനെ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി ഇടയായ യോയെയും ഭർത്താവിനെ വിളിച്ച് ഷെഫ് ഡ്രിങ്ക് എല്ലാം ഒഴിപ്പിച്ച് സൽക്കരിക്കുകയാണ്. അന്നൊരുപാട് കുടിച്ചതിനാൽ ഹീറോയും യോയും അന്ന് രാത്രി ഒരുമിച്ചായിരിക്കും കിടക്കുക. രാവിലെ ഹീറോ തുണിയൊക്കെ കഴുകുന്നത് കണ്ട് അയൽവാസിയൊക്കെ ഇന്നലെ നിങ്ങൾ ഒരുമിച്ചാണല്ലേ കിടന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ യോയ്ക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. ഹീറോയെ അകത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചാണോ തുണി കഴുകുന്നത് എന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ ഹീറോ റൊമാൻറ്റിക്കായി അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ സമയത്തായിരിക്കും അവൾക്കുള്ള സാലറിയുമായി ഷെഫ് വരുന്നത്, ഈ ഒരു കാഴ്ചയും കാണുന്നത്. അങ്ങനെ അവൾ കിട്ടിയ സാലറി വെച്ച് എല്ലാവരെയും കൂട്ടി ആ നാട്ടിലെ ലക്ഷറിയായ റെസ്റ്റോറൻറ്റിൽ പോകുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് യോയ്ക്ക് പരിചയമുള്ള ആളെ കാണുകയാണ്. എന്നാൽ വ്യക്തമായി കണ്ടില്ല. പിന്നീട് അവർക്കുള്ള ഫുഡെല്ലാം കൊണ്ടുവന്നു കൊടുക്കുമ്പോൾ യോയ്ക്ക് ഒരു തൃപ്തി തോന്നില്ല. ഉടനെ അവൾ അവരോട്, നിങ്ങൾ ഇത്രയും വലിയ കട വെച്ചിട്ട് ഞങ്ങളെ വഞ്ചിക്കുകയാണോ? നിങ്ങളുടെ ഹെഡ് ഷെഫിനെ വിളിക്കാനായി പറഞ്ഞു. അവർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. അപ്പോഴേക്കും ഹെഡ് ഷെഫ് എത്തി. എന്താണ് വേണ്ടത് എന്ന് ഹെഡ് ഷെഫ് ചോദിക്കുമ്പോൾ നിലവാരം കുറഞ്ഞ ചേരുവകളാണ് ചേർത്തിരിക്കുന്നത്, എന്നിട്ട് വില കൂടി വിൽക്കുന്നു. ഇത് നിങ്ങൾ ജനങ്ങളെ പണം വാങ്ങിച്ച് വഞ്ചിക്കുകയല്ലേ? അത് എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിക്കാനാകും? ഈ സൂപ്പിൽ പന്നിയുടെ തൊലി കാണാം. ഇത് എന്ത് തരം സൂപ്പാണ്? മിക്കതും ഏറ്റവും വില കുറഞ്ഞ ഫംഗസ് പച്ചക്കറിയിലാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിയാൽ തന്നെ എനിക്ക് വ്യത്യാസം മനസ്സിലാക്കാം. ഈ ഒരു ഭക്ഷണത്തിന് ഞാൻ 100 യുവാൻ ചെലവഴിച്ചു. യോയോ അസംബന്ധം പറയുന്നതാണെന്ന് പറഞ്ഞ് ദേഷ്യം വന്ന ഷെഫ് അവളെ അടിക്കാനായി കൈപ്പൊക്കിയതും അവളുടെ കൈ തടഞ്ഞ് ആ റെസ്റ്റോറൻറ്റിന്റെ ബോസെത്തി എന്താണ് നടന്നെന്ന് ചോദിച്ചു. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിൽ വില കുറഞ്ഞ ചേരുവകളാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ട് വില കൂടി വിൽക്കുന്നു. ഇത് ജനങ്ങളെ പറ്റിക്കുന്നതല്ലേ? അപ്പോൾ ബോസ് ഷെഫിനോട് ഇത് ശരിയാണോന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതിൽ തന്നെ ബോസിന് കാര്യം മനസ്സിലായി. സോ ബോസ് ഫുഡെല്ലാം മടുത്തു നോക്കുമ്പോൾ അവൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവുകയും, സോറി, ഞങ്ങൾക്ക് വന്ന തെറ്റിന് തീർച്ചയായും ഇതിനുള്ള ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. എന്നിട്ട് ഇന്ന് മുതൽ ഹോട്ടൽ ഒരാഴ്ചത്തേക്ക് അടച്ചിടും. നിലവാരമില്ലാത്ത ചേരുവകളെ കണ്ടെത്തി അത് കളയും. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. പിന്നെ ആ ഷെഫിനെ പിരിച്ചു വിട്ടുകയാണ്. ശേഷം ബോസ് യോയോയുടെ കഴിവിനെ പുകഴ്ത്തി പറയുമ്പോൾ ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അയാൾ അവളോട് ക്ലോസായി ഇടപെടുന്നത് ഹീറോയ്ക്ക് പിടിച്ചിട്ടില്ല എന്ന കാര്യം യോയ്ക്ക് മനസ്സിലായി. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം പിന്നിൽ ആ ലേഡി കേട്ടു. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു തുണിയുമുണ്ടായി. ഹീറോ മാറി തക്ക നോക്കി അവൾ യോയോയെ ആ തുണി വെച്ച് ബോധം കെടുത്തി കൊണ്ടുപോയി. ഹീറോ നോക്കുമ്പോൾ യോയോയെ കാണുന്നില്ല. ആ ലേഡി അവളെ ആരുമില്ലാത്ത ഗോഡൗണിലായിരിക്കും കെട്ടിയിരിക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ നമ്മൾ കാണുന്നത്. എൻ്റെയും ജോലിയും കളഞ്ഞു, നീ മരിക്കാൻ അർഹതനാണ് എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ കയർ വെച്ച് കുറുക്കി. പെട്ടെന്ന് ആ കയറും പൊട്ടി. നീ ഭാഗ്യവതിയാണ്, ദൈവം പോലും നിന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ കൊല്ലാനായി ശ്രമിച്ചു. അപ്പോഴാണ് അവിടെ അവളുടെ അങ്കിളെത്തി. അയാൾ ആ ലക്ഷറി റെസ്റ്റോറൻറ്റിലെ ഷെഫാണ്. അയാളും ചേർന്നാണ് അവളെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്. ഇവൾ കാരണമാണ് എൻ്റെയും ജോലി നഷ്ടമായത്. അവളെ ഒരുത്തനെ കയ്യിൽ കൊടുക്കാം, അതിനു മുന്നേ ഇവന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് 2 തടിയന്മാരെ വിളിച്ചിട്ട് അവരോടൊന്ന് പോകുന്നു. ഇവരും യോയെ തൊടാനായി വരുമ്പോൾ എനിക്ക് വൃത്തികെട്ട രോഗമുണ്ട്, ഞാൻ വർഷങ്ങളായി ചികിത്സയിലാണ്, ഒരിക്കലും സുഖപ്പെടുത്തിയിട്ടേയില്ല, രോഗം ബാധിച്ചേക്കാം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരും പേടിച്ച് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. ആ അവസരത്തിൽ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ആ ലേഡി വരുന്നത് കണ്ട് മാറി നിന്നു. അവർ അകത്തേക്ക് എത്തിയതും അവൾ ഓടിപ്പോയി. അങ്ങനെ അവളെ പിടിക്കാനായി ഓടിയപ്പോഴേക്കും ഹീറോ വന്ന് അയാൾക്കൊരു ചവിട്ട് കൊടുത്തു. അപ്പോഴേക്കും അവിടേക്ക് ആ റെസ്റ്റോറൻറ്റിലെ ബോസ് എത്തി. വിവരം അറിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം വന്നിരിക്കുക. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. അപ്പോഴേക്കും ഹീറോ വന്ന് എൻ്റെ ഭാര്യയല്ലേ, ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അയാൾ അവിടെ കൈ പിടിച്ചു നിർത്തി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? യോയോ 2 പേരുടെയും കൈ പിടിച്ചിട്ട് ബോസിനെ മാറ്റി നിർത്തി.
ഭാവിയിൽ നമുക്കൊരു അവസരം ലഭിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നന്ദി പറയും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ബോസിന് ബായ് പറഞ്ഞ് നേരെ ഹീറോയുടെ അടുത്തേക്ക് പോയി. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ഹീറോയുടെ ചെവിയിൽ പിടിച്ചപ്പോൾ നീ അവൻ്റെ ഒപ്പം പോകുമെന്നാണ് കരുതിയെന്ന് പറഞ്ഞ് ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.